നമുക്കൊരു ഗെയിം കളിക്കുന്ന അതേ രീതിയിൽ തന്നെ പടം കാണാം. ആദ്യം മുതൽ അവസാനം വരെ നല്ല ത്രില്ലോട് കൂടി. അടിപൊളി പൊളിച്ച് മമ്മൂട്ടി പൊളിച്ച് ആക്ഷൻ അടിപൊളി ഇത് ഭയങ്കര അന്യ വിഷയം. അവസാനത്തെ ഒരു 20 മിനിറ്റ് വിഷയം ജംഗിൾ പൊളി എന്നൊക്കെ പറഞ്ഞില്ല. അവസാനമാണ് ജംഗിൾ പൊളി. കണ്ടു നോക്ക്. ലാസ്റ്റിലത്തെ 20 മിനിറ്റ് ഗ്യാരണ്ടിയാ. കണ്ടു നോക്ക്. ഇത് ന്യൂജൻ പടം തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനകത്ത് ഈ യൂത്തന്മാരോട് കൂടെ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. അവൻ പറയും എൻ്റെ പ്രായത്തിലുള്ളവന്മാര് വടി കുത്തി നടക്കുമെന്ന് പറയും. ഞങ്ങൾ ഇരുന്നിട്ടില്ല ആ സീനിലൊക്കെ. ഹായ് ഫ്രണ്ട്സ്, സ്റ്റാർ മമ്മൂക്ക നായകനാകുന്ന സിനിമ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂക്ക ചിത്രം ബസൂക്ക ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. മമ്മൂട്ടി കയറി കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവും മമ്മൂട്ടി ഇനിയും വേറെ വരുക. അടിപൊളി പടം, നല്ല നൈസ് പടം. ആക്ഷൻ അടിപൊളിയാണ്. പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ നല്ല രസമുണ്ട്. ന്യൂജൻ ടൈപ്പ് ത്രില്ലർ പടമാണ്. ന്യൂജൻ ടൈപ്പ് സാധനമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ രസം അങ്ങ് പോകും. കണ്ട് തന്നെ കാണാത്ത രീതിയിലുള്ള കാണാത്ത ടൈപ്പ് സാധനമാണ്. ഹോളിവുഡ് ടൈപ്പ് എന്നല്ല, പുതുമയുള്ള സ്ക്രിപ്റ്റും ഇതുവരെ പറയാത്ത രീതിയിലുള്ള ഒരു നൈസ് പടം. സ്ക്രിപ്റ്റ് അടിപൊളി, നൈസ് സ്ക്രിപ്റ്റാണ്. ഡയറക്ഷനും ബിജിഎം ഒക്കെ കിട്ടില്ല. കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള എലമെന്റും ഉണ്ട് ഇതിനകത്ത്. നൈസായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ിൻ്റെ ഇതിൽ പറയുന്ന രീതിയിൽ ഒരു സ്ലോ പേസിലും കൂടെ പോകുന്നുണ്ട് പടം. നൈസ് പടമാണ്. പിന്നെ ക്ലൈമാക്സ് ആകുമ്പം പീക്ക് ആവുന്നുണ്ട്. നമുക്കൊരു ഗെയിം കളിക്കുന്ന അതേ രീതിയിൽ തന്നെ പടം കാണാം. ആദ്യം മുതൽ അവസാനം വരെ നല്ല ത്രില്ലോട് കൂടി. ഒരു എന്താ പറയുക, ഒരു നിമിഷം പോലും നമുക്ക് ബോറടിക്കത്തില്ല. ഡിനു ഡീൻസിൻ്റെ ആദ്യത്തെ പടമാണ്, പക്ഷേ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഗെയിം കളിക്കുന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ രീതിയിൽ ഈ പടം എല്ലാം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ല, പൂർണ്ണമായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയായിരിക്കും. ഫാമിലി എന്ന് വെച്ചാൽ രക്തച്ചൊരിച്ചിലോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇല്ലല്ല, ആരെയും ദ്രോഹിക്കാതെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇല്ല, ഫാസ്റ്റായിട്ട് തന്നെയാണ്. ആദ്യം മുതൽ അവസാനം വരെയുള്ള ഇതിൽ നമ്മളോലും വിചാരിക്കാത്ത ട്വിസ്റ്റ് ആൻഡ് ടേണൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് കാണാം, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അതെ അതെ, തീർച്ചയായും. നല്ല ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് എന്ന് തന്നെ പറയാം. മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ, ഒരു ഗെയിമിംഗ് രീതിയിൽ ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞാൽ തന്നെയാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒരു ഗെയിം കളിക്കുന്ന പോലെ തന്നെ. ആ ഗെയിമിൻ്റെ ആ ഗെയിം വേൾഡ് വേറെയാണ്. കാരണം നമ്മൾ കാണുന്നതല്ല, മറ്റൊരു ലോകം കൂടെ ഉണ്ടെന്ന് നമുക്ക് പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. 70 വയസ്സ് കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ലുക്ക് ഭയങ്കരമാണ്. ഒരു രക്ഷയില്ലാത്ത ഇതാണ്. മെഗാസ്റ്റാറിൻ്റെ ഒരു മെഗാ ഷോ തന്നെയാണ്. പുള്ളിയാണ് അവസാനം കപ്പ് കൊണ്ടുപോയത്. അതാണ്, നമ്മളൊരു വിചാരിക്കാതെ സൈലൻ്റായിട്ട് വന്നു, കപ്പ് അങ്ങ് പുള്ളി എടുത്തു. പടം ഞാൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. ഞാൻ ഉണ്ടയാണ് എനിക്ക് കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര തൃപ്തി നൽകിയൊരു പടം. അതിനുശേഷം എല്ലാ പടങ്ങളും ഉണ്ടെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ കാണും, ഫസ്റ്റ് ഷോ. പക്ഷേ അതിനുശേഷം എനിക്ക് മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു അല്ല, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ചില പടങ്ങൾ, ചില രീതി എനിക്ക് പടങ്ങൾ ഇഷ്ടമാണ്. അതാ ഒരു തൃപ്തി എനിക്ക്. ലാസ്റ്റ് മമ്മൂക്കനാണ്, ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. കാരണം ഞാൻ ഈ പടം, എല്ലാ പടം അങ്ങനെയാണ്. മമ്മൂക്കൻ്റെ 2017 ശേഷം എല്ലാ പടം കാണും. അങ്ങനെ വന്നിട്ട് ഉണ്ടയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഇക്കടുത്ത് പറഞ്ഞേ ഉള്ളൂ, ഞാൻ വൈകിട്ട് വേറൊരു വഴിക്ക് വരുന്നത്. അത് എന്തായാലും ക്യാൻസലാണ്. ഇനി കൊല്ലത്ത് പോയി കാണണം, ഒന്നും കൂടെ ഉറപ്പായിട്ട് കാണണം. ഇത് വെറുതെ പറയല്ല. നിങ്ങൾ നോക്ക്, ഈ മനുഷ്യൻ പുള്ളി മമ്മൂക്ക ഫാനൊന്നും അല്ല. പക്ഷേ ഒന്നാമത്തെ കാര്യം മേക്കിങ് പക്കയാണ് എന്ന് പറഞ്ഞാൽ. ഇപ്പം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ വലിയായിട്ട് പ്രതീക്ഷയില്ലായിരിക്കും, സിമ്പിളായിട്ട് ഒന്ന് കാണുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്ന് കാണുക. പക്ഷേ അവർ തന്നെ അധികം വലിയ പ്രൊമോഷനോ ഒന്നും ചെയ്യാതെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈപ്പ്. എന്താ പറയുക, അതാണ് മമ്മൂക്കയുടെ സ്ഥിരം രീതി. അങ്ങനെയാണല്ലോ, ഹൈപ്പ് ഒന്നും തരാതെ. ഇത് ഭയങ്കര അന്യ വിഷയം. അവസാനത്തെ ഒരു 20 മിനിറ്റ് വിഷയം നമ്മൾ പറഞ്ഞ ജംഗിൾ പൊളി എന്നൊക്കെ പറഞ്ഞില്ല. അവസാനമാണ് ജംഗിൾ പൊളി. കണ്ടു നോക്ക്. ലാസ്റ്റിലത്തെ 20 മിനിറ്റ് ഗ്യാരണ്ടിയാ. കണ്ടു നോക്ക്.
ഇപ്പോൾ ഉള്ള യൂത്തന്മാർക്കൊന്നും ചെയ്യാൻ അല്ല, പറ്റാത്ത ഈ വിഷുവിന് മമ്മൂക്ക അതിൽ മമ്മൂക്കാൻ്റെ ഡയലോഗ് ഉണ്ട് അതിനകത്ത്, ഈ യൂത്തന്മാരോട് കൂടെ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. അവൻ പറയും എൻ്റെ പ്രായത്തിലുള്ളവന്മാർ വടി കുത്തി കിടക്കുമെന്ന് പറയും. ഞങ്ങൾ ഇരുന്നിട്ടില്ല ആ സീനിലൊക്കെ കേട്ടോ. അത് കാണണം കേട്ടോ, പടം കണ്ടാലേ ഇതിനെ കുറിച്ച്. ആള് മമ്മൂട്ടി മറ്റേ മമ്മൂക്ക പറയുന്നുണ്ട് മറ്റേ എന്നെ വീട്ടിൽ ഇരുത്താൻ ശ്രമിച്ചവരൊക്കെ അതെ അതെ എന്നെ വീട്ടിൽ ഇരുത്താൻ ശ്രമിച്ചവരൊക്കെ വാക്കി സ്റ്റിക്കിലാണ് ഇപ്പം നടക്കുന്നത്. വിഷയമുണ്ട്, അത് കണ്ടു നോക്ക്. നല്ല പടം, നല്ല പടം, നല്ല പടം. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണാൻ തോന്നുന്നുണ്ട്. ഈ ഇറങ്ങിയ പടങ്ങളെല്ലാം മമ്മൂക്കാൻ്റെ ആയാൽ പോലും അങ്ങനെ രണ്ടാമത്തെ വട്ടം കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാണും, ഇഷ്ടപ്പെടും, ഇറങ്ങും. ഇപ്പോൾ റിവ്യൂ കണ്ടല്ല ഞാൻ പടത്തിന് പോകുന്നത്, ഒരു പടത്തിനും. എമ്പുരാനാവട്ടെ വേറെ പടങ്ങളായിക്കോട്ടെ, ഏത് പടങ്ങൾ നമുക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോയി കാണുക. അതാണ് ഒന്നും കൂടെ കാണണം. തീർച്ചയായിട്ടും ഒന്നുകൂടെ കാണണം. പിന്നെ നമ്മളൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൗഡ് മൊമെന്റ്, ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ പടം വന്ന് ഈ വിഷു തൂക്കുമെന്ന് ഉറപ്പാണ്. വിഷു തൂക്കും തന്നെയാണ്. പിള്ളേരുടെ കൂടെ നമ്മുടെ പിടിച്ച് ഇത് ന്യൂജൻ പടം തന്നെയാണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അക്ഷരൊക്കെ അടിപൊളിയാണ്, അടിപൊളി സാർ, നല്ല ടേസ്റ്റ്.